ഹലോ ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്നൊരു ഭയങ്കര സന്തോഷ വാർത്തയായിട്ടാണ് വന്നിരിക്കുന്നത്. അതായത് ഞങ്ങൾക്ക് അയർലൻഡിലോട്ടുള്ള വിസിറ്റ് വിസ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ്, അതെങ്ങനെ അപ്ലൈ ചെയ്യാം, അതിൻ്റെ പ്രോസസ്സിങ് എങ്ങനെ, എത്ര ടൈം എടുക്കും, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ആർക്കെങ്കിലും ഉപയോഗപ്പെടട്ടെ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഈ ചാനലിൻ്റെ പേര് പോലെ തന്നെ ജിഷ്കിയാൻ ഡ്രീംസ്. അപ്പം ഇത് എൻ്റെ ഒരു ഡ്രീമാണ്, അയർലൻഡ് വിസിറ്റ് ചെയ്യുക എന്നുള്ളത്. പ്രത്യേകിച്ച് എൻ്റെ അനിയത്തി അയർലൻഡിലാണ്. അപ്പോൾ അവളെ കാണണം, മോനെ കാണണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാളോട് ഞങ്ങൾ വിചാരിക്കുന്ന അയർലൻഡ് പോകണമെന്ന്. അപ്പോൾ ഒരു വെക്കേഷൻ കണക്കാക്കി പ്ലാൻ ചെയ്താണ് ഞങ്ങൾ അയർലൻഡ് വിസ അപ്ലൈ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ അയർലൻഡ് വിസയ്ക്ക് വേണ്ടി ആദ്യം അയർലൻഡ് നമ്മുടെ വെബ്സൈറ്റ്, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അങ്ങോട്ടല്ല. നമ്മുടെ അയർലൻഡ് വെബ്സൈറ്റ് അതിൽ നോക്കിയിട്ട് അതിലൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ടായിരുന്നു വിസിറ്റ് വിസയ്ക്ക്. ഇതും ഷോർട്ട് സ്റ്റേ ആണ്. അപ്പോൾ ആ വിസിറ്റ് വിസയുടെ ആപ്ലിക്കേഷൻ നമ്മൾ ഓൺലൈൻ അത് ഫില്ല് ചെയ്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. അത് ഫില്ല് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ തന്നെ ഒരു ചെക്ക് ലിസ്റ്റ് കിട്ടും നമുക്ക്. എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് വേണ്ടതെന്നുള്ളൊരു ചെക്ക് ലിസ്റ്റ്. ആ ചെക്ക് ലിസ്റ്റ് ഇതാണ് കേട്ടോ. നമ്മുടെ വെബ്സൈറ്റിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കണം എന്തായാലും. എന്നിട്ട് ഇപ്പം എനിക്ക് ഞങ്ങൾ 4 പേര്, ഞാനും ഹസ്ബൻഡും 2 മക്കളും. അപ്പം ഞങ്ങൾ 4 പേർക്കും 4 ചെക്ക് ലിസ്റ്റും 4 ആപ്ലിക്കേഷനും ഞങ്ങൾ ഫില്ല് ചെയ്തെടുത്തു. അപ്പോൾ 4 പേർക്ക് സെപ്പറേറ്റ് ഡോക്യുമെൻറ്റ് സെറ്റായിട്ടാണ് വെക്കേണ്ടത്. അപ്പോൾ അതിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സാണ് ഫസ്റ്റ് വേണ്ടതെന്ന് പറയാം. അതിന് മുന്നേ ആപ്ലിക്കേഷൻ ഫോം നമ്മൾ വെബ്സൈറ്റിൽ കയറി ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. അപ്പം ഓരോരുത്തരുടെ ആപ്ലിക്കേഷൻ അവനവൻ്റെ പാസ്പോർട്ട് നമ്പർ, നമ്മുടെ ഇവിടുത്തെ BRP കാർഡിൻ്റെ ഡീറ്റെയിൽസ് അതെല്ലാം കൊടുത്ത് വേണം നമ്മൾ അതിൽ അപ്ലൈ ചെയ്യാനായിട്ട്. എന്നിട്ട് അതിന് നമ്മൾ പ്രിൻ്റ് ഔട്ട് എടുക്കണം. ഇപ്പം എനിക്ക് 4 പേരുടെ ആയതുകൊണ്ട് ഞങ്ങൾ 4 പേരുടെയും പ്രിൻ്റ് ഔട്ട് എടുത്ത് സെപ്പറേറ്റ് ആക്കി വെച്ചു. അതിൽ തന്നെ സിംഗിൾ വിസിറ്റ് ആണോ അതോ മൾട്ടിപ്പിൾ എൻട്രി ആണോ എന്നൊക്കെ റിക്വസ്റ്റ് അതിലുണ്ട്. അതൊക്കെ നമ്മൾ നമ്മുടെ ആവശ്യം അനുസരിച്ച് അത് നോക്കി ഫില്ല് ചെയ്യണം. ഓക്കെ, അത് കഴിഞ്ഞ് ചെക്ക് ലിസ്റ്റ് എടുക്കുക. ചെക്ക് ലിസ്റ്റ് ആണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് കേട്ടോ. കാരണം ചെക്ക് ലിസ്റ്റ് ഇല്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഒരിക്കൽ പോയിട്ട് തിരിച്ചു വന്നു. ഞങ്ങൾക്ക് ഇത് അറിയത്തില്ല ഇങ്ങനെ ചെക്ക് ലിസ്റ്റൊക്കെ ഉള്ള കാര്യം. ഞങ്ങൾ വെറുതെ പോയിട്ട് പിന്നെ പട്ടി ചന്തയ്ക്ക് പോയിട്ട് തിരിച്ചു വരത്തില്ല. അതുപോലെ ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്ന് രണ്ടാമതാണ് പിന്നെ ചെക്ക് ലിസ്റ്റൊക്കെ കിട്ടി ഞങ്ങൾ അതൊക്കെ നോക്കി എല്ലാം അറേഞ്ച് ചെയ്ത് പോയത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെക്ക് ലിസ്റ്റിൽ അവർ പറയുന്നത്, ഈ ചെക്ക് ലിസ്റ്റിൻ്റെ പേര് വന്നിട്ട് എന്താണെന്നറിയുമോ, ഡോക്യുമെൻറ്റേഷൻ റിക്വയർഡ് വെൻ അപ്ലൈയിങ് ഫോർ എ വിസ ടു വിസിറ്റ് അയർലൻഡ്. അതാണ് ഇതിൻ്റെ പേര് തന്നെ ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് എന്താ വേണ്ടത്, ആപ്ലിക്കേഷൻ ഫോം, അതായത് ഓൺലൈൻ സമ്മറി ആപ്ലിക്കേഷൻ ഫോം നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് നമ്മൾ വെബ്സൈറ്റിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കുന്നില്ലേ, ആ ആപ്ലിക്കേഷൻ ഫോമാണ് ഫസ്റ്റ് വേണ്ടത് ഓരോ ആപ്ലിക്കൻറ്റിനും. പിന്നെ പാസ്പോർട്ടിൻ്റെ കോപ്പി വേണം. പിന്നെ റീസെൻറ്റ് ഫോട്ടോ വേണം. പിന്നെ റെസിഡൻറ്റ് പെർമിറ്റ്, നമ്മുടെ BRP കാർഡ് വേണം, അതിൻ്റെ കോപ്പി. ഓരോരുത്തരുടെയാണ് കേട്ടോ ഇത്. പിന്നെ ഇതിൽ കുറച്ച് കോളംസ് നമുക്കത് വേണ്ട, നമുക്ക് ഇഗ്നോർ ചെയ്യാം. പ്രോസസ്സിങ് ഫീ ആക്ച്വലി നമുക്ക് അയർലൻഡ് വിസ ഫ്രീ ആണെന്നാണ് VFSകാർ പറഞ്ഞു കേട്ടോ. ഞാൻ VFSൽ അപ്ലൈ ചെയ്തു, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പം നമുക്ക് ഇന്ത്യൻ പാസ്പോർട്ടുകാർക്ക് അയർലൻഡ് വിസ ഫീ ഇല്ല, പക്ഷേ VFSകാർക്ക് പ്രോസസ് ഫീ ഉണ്ട്. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ലാസ്റ്റ് പറയാം കേട്ടോ. ദെൻ പർപ്പസ് ഓഫ് ട്രാവൽ, നമ്മൾ എന്തിനാണ് വിസിറ്റ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ പോകുന്നത് എൻ്റെ സിസ്റ്ററിനെ കാണാനാണ്. സോ അതിൻ്റെ പേർപ്പസ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊരു ലെറ്റർ പോലെ വെക്കണം. പിന്നെ വേറെ എന്താ, പ്രീവിയസ് വിസ റിഫ്യൂസൽ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യം. പിന്നെ പ്രൂഫ് ഓഫ് എംപ്ലോയ്മെൻറ്റ് സ്റ്റഡി എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ സ്റ്റഡി. അപ്പം ഞാനിപ്പോൾ NHSൽ, ഞാൻ ഹസ്ബൻഡ് NHS വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ പേറോൾ സർവീസിൽ ഒരു മെയിൽ അയച്ചു ഞാൻ. അവിടെ നിന്ന് നമുക്ക് എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കേട്ടോ, അല്ലാതെ മാനേജറുടെ കയ്യിൽ നിന്നല്ല. എനിക്കറിയാം, ഞാൻ നേരെ മാനേജർ ഒന്നുമില്ല, അത് പേറോൾ സർവീസുകാർക്ക് മെയിൽ അയച്ചാൽ മതി, അവരയച്ചു. മെയിൽ അയക്കുകയും ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ നമ്മളിന്ന് വിളിച്ച് റിമൈൻഡ് ചെയ്യണം, ഇല്ലെങ്കിൽ അത് ലേറ്റ് ആകും. അപ്പം ഞാൻ മെയിൽ അയച്ചിട്ട് ഉടനെ വിളിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് നെക്സ്റ്റ് ഡേ എനിക്ക് ഹസ്ബൻഡും അവർ മെയിൽ അയച്ചു തന്നു കേട്ടോ, എംപ്ലോയ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്. അതിൽ നമ്മൾ ഡേറ്റ് ഓഫ് സ്റ്റാർട്ടിങ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ സെൽഫ് എംപ്ലോയിഡ് ആണോ അങ്ങനെയുള്ളവർ അതിൻ്റെ പ്രൂഫ് വെക്കണം. പിന്നെ അക്കോമഡേഷൻ, നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത്, ഹോട്ടലിലാണോ അതോ റെൻ്റൽ ഹോമാണോ, വേറെ എന്തെങ്കിലും ഫെസിലിറ്റീസ് ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാൻ പോകുന്ന എൻ്റെ സിസ്റ്ററിൻ്റെ വീട്ടിലോട്ടായതുകൊണ്ട് അവളുടെ അഡ്രസ്സാണ് ഞാൻ വെച്ചിരിക്കുന്നത്. ഓക്കെ, പിന്നെ ഫാമിലി ഫ്രണ്ട്സ് ഇൻ അയർലൻഡ്, അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിലിപ്പം ഞാനിപ്പം നമ്മുടെ ഫാമിലി ആണോ ഫ്രണ്ടാണോ ആരവിടെ ഉള്ളത്, അവരുടെ ഡീറ്റെയിൽസ് നമുക്ക് ഇതിൽ വെക്കണം. അതായത് അവർ നമ്മളെ സ്പോൺസർ ചെയ്തിട്ടൊരു ലെറ്റർ അവർ നമുക്ക് തരണം, ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ എന്ന്. അതിൽ അവരുടെ
അവിടുത്തെ നമ്മുടെ ഇവിടുത്തെ BRP കാർഡ് പോലെ തന്നെ അവിടുത്തെ കാർഡ് അവർക്ക് അവിടെ കാർഡ് നമ്പറൊക്കെ ഉണ്ടാവുമല്ലോ, അത് മെൻഷൻ ചെയ്യണം. അവരെവിടെ ജോലി ചെയ്യുന്നത് മെൻഷൻ ചെയ്യണം. നമ്മൾ അവിടെ ചെന്നാൽ അവരുടെ കൂടെ സ്റ്റേ ചെയ്യുന്നൊരു അങ്ങനെയുള്ള കുറച്ച് ഡീറ്റെയിൽസ് വെച്ചിട്ട് അവരൊരു സ്പോൺസർഷിപ്പിൻ്റെ ഒരു ലെറ്റർ, അത് ഇൻവിറ്റേഷൻ ഒരു ലെറ്ററാണ് അവർ നമുക്ക് തരേണ്ടത്. ആ ലെറ്റർ നമ്മളിതിൽ വെക്കണം. പിന്നെ എവിഡൻസ് ഓഫ് ഫണ്ട് അത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് വിസിറ്റിങ്ങിന് അതിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. പിന്നെ ആപ്ലിക്കേഷൻ ഫോർ ചിൽഡ്രൻ അണ്ടർ 18 years ഓഫ് ഏജ്. അപ്പോൾ എൻ്റെ മക്കൾ 14ഉം 8ഉം ആണ്. അപ്പം പിള്ളേരുടെ കാര്യം വരുമ്പോഴാണ് ശരിക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ. അതായത് പിള്ളേരുടെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പീസ് വെക്കണം. ഓക്കെ. പിന്നെ അവരുടെ ലെറ്റർ ഫ്രം സ്കൂൾ കൺഫേമിങ് കറണ്ട് അറ്റൻഡൻസ് ഓർ ലെറ്റർ ഫ്രം GP കൺഫേമിങ് എ രജിസ്ട്രേഷൻ ഓഫ് ദ ചൈൽഡ്. അപ്പോൾ ഒന്നുകിൽ സ്കൂളിൽ നിന്ന് മേടിക്കുക ലെറ്റർ, ഇല്ലെങ്കിൽ GPയുടെ നിന്ന് മേടിക്കാം. അപ്പം ഞാൻ എൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നറിയാം, അപ്പോൾ GP ഇവിടെ അടുത്തല്ലേ, അപ്പോൾ ഞങ്ങൾ GPയെ വിളിച്ച് ചോദിച്ചു. അപ്പോൾ GP പറഞ്ഞു നോ പ്രോബ്ലം, വന്നാൽ മതി, 2 കുട്ടികൾക്കും ലെറ്റർ തരാം. ബട്ട് അവർ പറഞ്ഞു ഒരു കുട്ടിക്ക് 30 pound വെച്ച് നമ്മൾ പേ ചെയ്യണം. അപ്പോൾ സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഓ മൈ ഗോഡ് 30 pound. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ജസ്റ്റ് ഒന്ന് സ്കൂളിൽ ട്രൈ ചെയ്തു. സ്കൂളൊന്ന് വിളിച്ച് ചോദിച്ചു. അപ്പോൾ സ്കൂൾ അവർ പറഞ്ഞു നോ പ്രോബ്ലം തരാമെന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ തന്നെ എനിക്ക് 2 പേരുടെ സ്കൂളിൽ നിന്നും മെയിൽ വന്നു. ആ ലെറ്റർ സ്കൂളിൽ അവരെ എന്ന് ജോയിൻ ചെയ്തു, അവരിപ്പോഴും അവർക്ക് അറ്റൻഡൻസ് ഉണ്ട്, അവിടെ അവർ സ്റ്റിൽ സ്റ്റഡിങ് ആണെന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ലെറ്റർ സ്കൂളിൽ നിന്ന് അവർ മെയിൽ അയച്ചു തന്നു. അത് മതി നമുക്ക്. വെറുതെ GP ഞാൻ പൈസ കൊടുത്തത് എൻ്റെ ഭാഗ്യം കേട്ടോ. അപ്പം ഇനി അങ്ങനെ ആരെങ്കിലും പോവുകയാണെങ്കിൽ GPക്ക് നമ്മൾ 30 pound കൊടുക്കണം ഒരു കുട്ടിക്ക്, പക്ഷേ സ്കൂളിൽ നിന്നാണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. ഇച്ചിരി ജലദോഷവും ചുമയൊക്കെയാണ് കേട്ടോ, ഒന്ന് സൗണ്ട് വല്ലായിരിക്കണേ. പിന്നെന്താ വേറെ റിട്ടേൺ കൺസെന്റ് ഓഫ് ബോത്ത് പാരൻസ് ഫോർ ദ ചൈൽഡ് ടു ട്രാവൽ ടു അയർലൻഡ്. അതായത് നമ്മുടെ കുട്ടികൾക്ക് നമ്മുടെ കൂടെ വരണമെങ്കിൽ നമ്മൾ കൺസെന്റ് കൊടുക്കണം. ഓക്കെ. അപ്പം അങ്ങനെ ഒരു കൺസെന്റ് ലെറ്റർ 2 കുട്ടികൾക്കും വെക്കണം നമ്മൾ. പിന്നെ ഒറിജിനൽ ഫോട്ടോ ID ഓർ ബോത്ത് പാരൻസ് ആസ് നെയിംലെസ്. നമ്മുടെ ഫോട്ടോ ID, അത് നമ്മുടെ BRP കാർഡ്, കുഞ്ഞുങ്ങളുടെ BRP കാർഡ് എല്ലാത്തിൻ്റെയും കോപ്പീസ് നമ്മൾ ഈ സർട്ടിഫിക്കറ്റ്സിലൂടെ വെക്കണം. ഓക്കെ. അപ്പം ഇത്രയേ ഉള്ളൂ ആക്ച്വലി ഡോക്യുമെൻറ്റ്സ്. ഒരൊറ്റ പേജാണ് ചെക്ക് ലിസ്റ്റ് വരുന്നത്. ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ചെക്ക് ലിസ്റ്റിൻ്റെ ഫോട്ടോ ഇട്ടേക്കാം കേട്ടോ, അപ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആണ് നിങ്ങൾക്ക്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യുമ്പം ഓരോ മെമ്പേഴ്സിനും സെറ്റാക്കി വേണം നമ്മൾ വെക്കാനായിട്ട്. ആപ്ലിക്കേഷൻ ഫോമും പിന്നെ ഈ ചെക്ക് ലിസ്റ്റ് അനുസരിച്ചുള്ള എല്ലാ ഡോക്യുമെൻറ്റ്സ് വെക്കണം. പിന്നെ അതുപോലെ തന്നെ ഇത് എല്ലാം സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഇതെവിടെ അപ്ലൈ ചെയ്യുന്നത്, VFSൽ അപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പം ഞങ്ങളിപ്പം നോട്ടിഹാമിലായതുകൊണ്ട് ഏറ്റവും അടുത്തത് ഞങ്ങൾക്ക് നമ്മുടെ ബർമിഹാം VFS സെൻ്ററാണ്. നമ്മൾ ഗൂഗിളിൽ നോക്കിയപ്പോൾ നമ്മൾ കണ്ടത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ബർമിഹാമിൽ ആദ്യം VFSനെ വിളിച്ചു. അവർ വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുക്കണമെന്ന് അറിയണമല്ലോ, അതിനുവേണ്ടി വിളിച്ചപ്പോൾ അവർ പറഞ്ഞു അപ്പോയിൻമെൻറ്റ് ഇല്ല, വോക്കിൻ ആണ്. അപ്പം നമുക്ക് ചെന്ന് എടുത്താൽ മതി, നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് എടുത്താൽ മതി. പക്ഷേ ഇപ്പം വളരെ എമർജൻസി ആയിട്ടൊക്കെ പോകണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ അതിന് ഫീ അങ്ങാണ്ടുണ്ട് കേട്ടോ. ഫീ അടച്ച് നമുക്ക് പെട്ടെന്നൊക്കെ വിസ കിട്ടണമെങ്കിൽ, പെട്ടെന്നൊരു അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ അതിന് ഫീസ് ഉണ്ട്. അപ്പം അത് കസ്റ്റമർ കെയർ VFSൻ്റെ കസ്റ്റമർ കെയർ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും. ഇനി ഞങ്ങൾ അപ്പോയിൻമെൻ്റ് ഒന്നും എടുത്തില്ല, അവർ പറഞ്ഞതനുസരിച്ച് വോക്കിനാണ് പോയത്. പോകുമ്പോൾ 8:30 to 11 o'clock ആണ് അവരുടെ ടൈം VFS ബർമിഹാം. അപ്പോൾ 8:30 നമ്മളവിടെ എത്തിയായിരുന്നു. 8:30 9 o'clock ആകുമ്പോൾ എത്തിയായിരുന്നു കേട്ടോ. അവിടെ ചെന്നപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര ക്യൂ ആണ്. ഓഫീസ് കണ്ട ശരിക്കും നമ്മുടെ നാട്ടിലൊരു LICയുടെ ഓഫീസ്, ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫീസല്ലേ, അതുപോലെ തോന്നി കേട്ടോ. നാട്ടിൽ നമ്മുടെ ട്രിവാൻഡ്രത്തൊക്കെ ഉള്ള ആ ഒരു ഇതായിരുന്നു എനിക്ക് തോന്നി കണ്ടപ്പോൾ. എനിവേ അവിടെ ചെന്നപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു, ഭയങ്കര ക്യൂ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈശ്വര ഇത് എപ്പോൾ തീരും, ഇന്നത്തെ ദിവസം മുഴുവൻ പോകും എന്നൊക്കെ വിചാരിച്ചു. അവിടെ ചെന്ന ഉടനെ നമ്മളൊരു വലിയ ക്യൂവിൽ നിൽക്കും. എന്നിട്ട് ഈ ക്യൂ നമ്മൾ എൻ്റെ ആവുന്ന റിസപ്ഷനിലാണ്. അപ്പോൾ റിസപ്ഷനിൽ എത്തുമ്പോൾ ആ റിസപ്ഷനിൽ 2-3 പേരുണ്ടാവും. അപ്പോൾ അവർ ഈ നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സ് മേടിച്ചിട്ട് അവർ ചോദിക്കും എങ്ങോട്ടാണ് കൊടുക്കേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടത്, ഷെങ്കാൻ വിസയാണോ അതോ അയർലൻഡ് ആണോ, ഏത് രാജ്യത്തേക്കുള്ള വിസയെന്ന് നോക്കിയിട്ട് അവരതിനെ സെപ്പറേറ്റ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കും ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉണ്ടോ എന്ന് ചോദിക്കിയിട്ട്. ഇപ്പം നമ്മൾ അയർലൻഡിലോട്ടായതുകൊണ്ട് അയർലൻഡിൻ്റെ ഒരു സെപ്പറേറ്റ് ഓഫീസാണ്. ഈ എല്ലാ VFSനകത്ത് തന്നെ സെപ്പറേറ്റ് ഓഫീസാണ്. അങ്ങോട്ടൊരു ടോക്കൺ തന്നു. പിന്നെ ഞങ്ങൾ അങ്ങോട്ട് അവിടെ പോയി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ പിന്നെ VFSനകത്ത് തന്നെ അവിടെ ഒരു കമ്പ്യൂട്ടർ, പ്രിൻ്റർ എല്ലാം ഉണ്ട് കേട്ടോ. ഇൻ കേസ് എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് നമ്മൾ മിസ്സായി പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ പോയി എടുക്കണമെങ്കിൽ നമ്മുടെ മെയിലുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് തന്നെ പ്രിൻ്റൊക്കെ എടുക്കാം, അതിനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ
അവർ നമ്മുടെ ടോക്കൺ വിളിക്കും. ടോക്കണിനനുസരിച്ച് നമ്മൾ അകത്ത് ചെല്ലുമ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് കാണിക്കാൻ പറയും. അപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ എൻ്റെ ഡോക്യുമെൻറ്റ്സ് കാണിച്ചപ്പോൾ അവരെന്നോട് പറഞ്ഞു എൻ്റെ എല്ലാ ഒറിജിനൽസും കാണിക്കണം. അതായത് പാസ്പോർട്ട്, ഞങ്ങളുടെ മാരേജ് സർട്ടിഫിക്കറ്റ്, BRPയുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്, പിള്ളേരുടെ ബർത്ത് സർട്ടിഫിക്കറ്റ്, ഇതെല്ലാത്തിൻ്റെ ഒറിജിനൽ നമ്മൾ കൊണ്ടുപോയി. എന്നിട്ട് നമ്മുടെ പാസ്പോർട്ട് ഒഴികെ ബാക്കി എല്ലാ ഒറിജിനൽസും നമുക്ക് തിരിച്ചു തരും അവർ ചെക്ക് ചെയ്തിട്ട്. പാസ്പോർട്ട് മാത്രം അവർ മേടിച്ച് വെക്കും. ബിക്കോസ് വിസ അടിക്കുന്നത് പാസ്പോർട്ടിലാണ് വിസ പ്രിൻ്റ് ചെയ്യുന്നത്, അല്ല നമ്മുടെ വേറെ മെസ്സേജ് അങ്ങനെയൊന്നുമല്ല. സോറി. അപ്പോൾ അങ്ങനെ വിസ എന്താ പറയുക, പാസ്പോർട്ടില്ല, പാസ്പോർട്ട് മാത്രം അവർ മേടിക്കും കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇതെല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം അവർ ഇപ്പം ഓരോരുത്തർക്കും ഇപ്പം ഞങ്ങൾ 4 പേരുണ്ട്, ഒരു 4 നെയിം സ്ലിപ്പ് പോലെ തന്നായിരുന്നു. എന്നിട്ട് ആ ഓരോ സ്ലിപ്പിലും നമ്മൾ നമ്മുടെ ഹാൻഡ് റൈറ്റിങ്ങിന് നമ്മുടെ അഡ്രസ്സ് എഴുതണം. അപ്പോൾ അത് വളരെ കെയർഫുൾ ആയിരിക്കണം. എഴുതുമ്പോൾ വളരെ നീറ്റായിട്ട് എഴുതുക. ബിക്കോസ് നമ്മുടെ അഡ്രസ്സിലോട്ട് വരേണ്ടതാണ്. അപ്പോൾ അത് മിസ്സാകരുത്, പാസ്പോർട്ടല്ലേ. സോ അതുകൊണ്ട് എഴുതുമ്പോൾ നന്നായിട്ട് നീറ്റ് ഹാൻഡ് റൈറ്റിൽ എഴുതുക. കുറച്ച് ബ്ലോക്ക് ലെറ്റേഴ്സിലൊക്കെ ട്രൈ ചെയ്യുക എഴുതാനായിട്ട്. അങ്ങനെ നമ്മൾ ഓരോരുത്തരുടെയും സ്ലിപ്പ് അവർ മേടിച്ചിട്ട് അവർ ഓരോ സെപ്പറേറ്റ് ആക്കി അതിലും ആ സ്ലിപ്പെല്ലാം വെച്ചാണ് അവർ അത് റിസീവ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പേയ്മെൻറ്റിൻ്റെ കാര്യം. പേയ്മെൻറ്റ് വന്നിട്ട് കാർഡാണ് ഞങ്ങൾ കാർഡാണ് കൊണ്ടുപോയത്. ക്യാഷ് എനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല ആക്ച്വലി. കാർഡാണ് അവർ മേടിച്ചത് കേട്ടോ. അപ്പം കാർഡിലും അവരെന്നിട്ട് ഞങ്ങൾക്ക് ഫുള്ളായത് എത്രയാണെന്നറിയാവോ? അവിടെ പോയി ഓക്കെ, ഞങ്ങൾ 4 പേർക്കും കൂടെ ഉള്ള ഫീസ് നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ 283.12 pounds അത്രയാണ് നമുക്കായത് കേട്ടോ. അത് ഏതൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് അവർ മേടിച്ചിരിക്കുന്നത് വിസ കാറ്റഗറി ഷോർട്ട് സ്റ്റേ ആണ്, പിന്നെ ഫാമിലി ഫ്രണ്ട്സിനെ വിസിറ്റ് ചെയ്യാനാണ്. ഓക്കെ, സോ വിസ മേടിച്ചിരിക്കുന്നത് എക്സ്പ്രസ് കൊറിയർ, അതിന് അവർ 24.95, അത് ഈച്ച് മെമ്പറാണ്, ഈച്ച് പേഴ്സണ് 24.95 pound കൊറിയറിൻ്റെ ചാർജ്. SMS സർവീസ് 2.05 pound. VFS ഫീ 43.78. അതായത് ഞാൻ പറഞ്ഞ പോലെ അയർലൻഡ് വിസ ഫീ ഇല്ല, പക്ഷേ VFSന് ഒരു സർവീസ് ചാർജ് ഉണ്ട്. അതാണ് ഒരാൾക്ക് 43.78 pound. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് കൊറിയറിൻ്റെയും SMS സർവീസും VFSൻ്റെ സർവീസ് ചാർജും കൂടെ ചേർത്ത് പെർ ഹെഡ് ഞങ്ങൾക്ക് 70.78 pound ആയി. അങ്ങനെ 4 പേർക്കും കൂടെ 283.12 pound ആയിട്ടോ. സോറി. അപ്പോൾ പിന്നെ എത്ര ദിവസം, കറക്റ്റ് 25 days ആകുമ്പോഴേ നമുക്ക് വിസ കിട്ടത്തുള്ളൂ. അപ്പം ഇപ്പം ഞാൻ മാർച്ച് 5-നാണ് അപ്ലൈ ചെയ്തത്. ഞങ്ങൾക്ക് കറക്റ്റ് 25 days കഴിഞ്ഞ് 26th ഡേക്കാണ് ഞങ്ങൾക്ക് മെസ്സേജ് വന്നത്, നിങ്ങളുടെ വിസ എങ്ങനെ അവിടെ നിന്ന് നമ്മുടെ പാസ്പോർട്ടൊക്കെ ഡിസ്പാച്ച് അയച്ചിട്ടുണ്ട്, സോറി ലണ്ടൻ ഓഫീസിൽ നിന്ന് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു 26th day. അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമുക്ക് വിസിറ്റ് എന്തെങ്കിലും ഒരു വിസ പ്ലാൻ ചെയ്യുന്നവർ 25 days വർക്കിംഗ് ഡേയ്സ് മനസ്സിൽ കണ്ടിട്ട് വേണം വിസ കൊടുക്കാൻ. അതിനനുസരിച്ച് വേണം എല്ലാം പ്ലാൻ ചെയ്യാൻ. കാരണം ഞങ്ങൾക്ക് അബദ്ധം വരെ ഞങ്ങൾ ഏപ്രിലെ വെക്കേഷന് പോകണമെന്ന് വിചാരിച്ച് മാർച്ചിൽ കൊടുത്തതാണ്. ഞങ്ങൾക്ക് വേണ്ട വെക്കേഷൻ സമയത്ത് അത് കിട്ടിയില്ല. വെക്കേഷൻ എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് വിസ വന്നത്. അപ്പോൾ ഞങ്ങൾ പിന്നെ ഓക്കെ നെക്സ്റ്റ് വെക്കേഷന് പോകാം. കാരണം വന്ന വിസ ഞങ്ങൾക്ക് 8 months മൾട്ടിപ്പിൾ എൻട്രി വിസ വാലിഡിറ്റിയോടുകൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പം നവംബർ വരെ ഞങ്ങൾക്ക് വിസയുണ്ട്. സോ അപ്പം പിന്നെ നമുക്ക് എപ്പോഴേലും ഇതിനിടയിൽ മൾട്ടിപ്പിൾ എൻട്രി നമുക്ക് എപ്പോൾ വേണമെങ്കിലും പോകാമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഓക്കെ പിന്നീട് മെയ്യിലോ അങ്ങനെയെങ്കിലും നെക്സ്റ്റ് വെക്കേഷന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതുകൊണ്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നവർ അതനുസരിച്ച് പ്ലാൻ ചെയ്ത് അപ്ലൈ ചെയ്യുക കേട്ടോ. ഞാൻ ഒരുവിധം എല്ലാം പറഞ്ഞു എന്ന് തോന്നുന്നു. കാരണം സത്യം പറഞ്ഞാൽ എനിക്കിത് ഞങ്ങൾ അപ്ലൈ ചെയ്ത സമയത്ത് ഞങ്ങൾക്ക് ഒത്തിരി ഇൻഫർമേഷൻ ഞങ്ങൾക്ക് പെട്ടെന്ന് ഒരിടത്തൊന്നും കിട്ടിയില്ല. ഈവൻ യൂട്യൂബിൽ നിന്നായാൽ പോലും ഞങ്ങൾക്ക് കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടാഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ കുറച്ച് സ്ട്രഗിൾ ചെയ്തു. അപ്പോൾ പിന്നെ അതുപോലെ നമ്മുടെ പോലെ ആരെങ്കിലും അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കത് ഉപകാരപ്പെടട്ടെ. ഓക്കെ, വേറെ എന്തുവാ, അപ്പം ഇനി ദൈവാനുഗ്രഹിച്ച അയർലൻഡിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് ഒരുമിച്ച് കാണാം കേട്ടോ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ആർക്കെങ്കിലും ഉപകാരപ്പെടുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ,
സോ വേറൊരു വീഡിയോ കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്. സീ യു ലേറ്റർ. ബൈ.